തൻ്റെ തല കൊണ്ട് ഫ്രാൻസിനെ ആദ്യമായി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാക്കിയ ഒരാൾ 20 വർഷങ്ങൾക്ക് ശേഷം ആ ടീമിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരിക്കുന്നു. ദിദിയർ ദശാംസ് രാജിവെച്ച ശേഷം ഫ്രാൻസിൻ്റെ പരിശീലക കുപ്പായം എടുത്തണിഞ്ഞവൻ്റെ പേര് സിനദിൻ സിദാൻ എന്നാണ്. പരിശീലക വേഷത്തിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിനായി 3 വർഷങ്ങൾക്കുള്ളിൽ 3 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിക്കൊടുത്ത അനുഭവ സമ്പത്തുമായാണ് അയാൾ പാരീസിലെത്തുന്നത്. 1972 ജൂൺ 23 ഫ്രാൻസിലെ മാർസയിലാണ് സിനദിൻ സിദാന്റെ ജനനം. നോർത്ത് ആഫ്രിക്കയിലെ അൾജീരിയയിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതം തേടി ഫ്രാൻസിലേക്ക് കുടിയേറിയ ഇസ്മായിൽ സിദാന്റെയും മാലിക്ക സിദാന്റെയും ഇളയ പുത്രൻ. ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും നിറഞ്ഞ ലാ കാസലാനെ തെരുവിൽ ഇടുങ്ങിയ ക്വാർട്ടേഴ്സിലാണ് ആ ഏഴംഗ കുടുംബം കഴിഞ്ഞിരുന്നത്. ദാരിദ്ര്യം വേട്ടയാടിയപ്പോഴും ആ ബാലന്റെ കണ്ണുകൾ ഒരു തുകൽപന്തിൽ മാത്രം സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. ക്ലബ് കരിയറിന്റെ തുടക്കകാലത്ത് കുടിയേറ്റക്കാരൻ എന്ന പേരിൽ സഹതാരങ്ങളിൽ നിന്നും കാണികളിൽ നിന്നും വംശീയാധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നിരന്തരം കേൾക്കേണ്ടി വന്നവൻ. എങ്കിലും ആ പ്രകോപനങ്ങൾക്കെല്ലാം ഫുട്ബോൾ കൊണ്ട് മറുപടി നൽകാൻ അയാൾ ഉറപ്പിച്ചു. കരിയറിൽ മുന്നേറിയ സിദാൻ 1994 ഫ്രഞ്ച് ദേശീയ ടീമിലെത്തി. എന്നാൽ 1998 ലോകകപ്പ് സമയത്ത് ഫ്രാൻസിൽ വംശീയ വിദ്വേഷം കത്തിപ്പടരുകയായിരുന്നു. തീവ്ര വലതുപക്ഷ രാഷ്ട്രീയക്കാർ കുടിയേറ്റക്കാരായ കളിക്കാർക്കെതിരെ വിഷം ചീറ്റി. അൾജീരിയൻ വംശജനായ സിദാൻ തന്നെയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. പക്ഷേ ആ വംശീയതക്കുള്ള മറുപടി സിദാൻ കളിക്കളത്തിൽ നൽകി. ബ്രസീലിനെതിരായ ഫൈനലിൽ ഇതിഹാസ താരങ്ങളെ കാഴ്ചക്കാരാക്കി സിദാൻ തൻ്റെ തല കൊണ്ട് 2 ഉജ്ജ്വല ഗോളുകൾ നേടി. ഫ്രാൻസ് 3-0 ബ്രസീലിനെ തകർത്ത് ആദ്യമായി വേൾഡ് കപ്പ് കിരീടം ചൂടി. സീസോ സീസോ എന്ന് ഗ്യാലറി ഒന്നടങ്കം ആർത്തു വിളിച്ചപ്പോൾ വംശീയത പരത്തിയവർക്ക് മുന്നിൽ സിദാൻ 2ാം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നായകനായി മാറി. കറുത്തവരും വെളുത്തവരും അറബ് വംശജരും ചേർന്ന ഫ്രഞ്ച് ടീം വംശീയതക്കെതിരെയുള്ള ഐക്യത്തിന്റെ പ്രതീകമായി. 2000 ഫ്രാൻസിനെ യൂറോ കപ്പ് ചാമ്പ്യന്മാരാക്കിയ സിദാൻ 2001 റെക്കോർഡ് തുകക്ക് റയൽ മാഡ്രിഡിലെത്തി. ബെക്കാം, റൊണാൾഡോ നസാരിയോ, ഫിഗോ, റൗൾ എന്നിവർക്കൊപ്പം റയലിൽ ഗലാറ്റിക്കോ യുഗത്തിന് തുടക്കമിട്ടു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെ നിരവധി കിരീടങ്ങൾ സാന്റിയാഗോ ബെർണബ്യൂവിലേക്ക് അയാൾ എത്തിച്ചു. 2004 യുവേഫയുടെ 50ാം വാർഷിക വോട്ടെടുപ്പിൽ ക്രൈഫ്, ബെക്കൻബോവർ, വാൻ ബാസ്റ്റ്യൻ തുടങ്ങിയ ഇതിഹാസ താരങ്ങളെ മറികടന്ന് അരനൂറ്റാണ്ടിൻ്റെ മികച്ച യൂറോപ്യൻ താരമായി സിദാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. 3 തവണ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരവും അയാൾ സ്വന്തമാക്കി. വർഷം 2006 വേൾഡ് കപ്പിൽ ബ്രസീലിനെയും പോർച്ചുഗലിനെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് സിദാൻ ഫ്രാൻസിനെ വീണ്ടും ഫൈനലിലെത്തിച്ചു. ഫൈനലിന്റെ 7ാം മിനിറ്റിൽ ഒരു പനയങ്കത്തിലൂടെ ഒരു പെനാൽറ്റി അദ്ദേഹം ലക്ഷ്യത്തിലെത്തിച്ചു. എങ്കിലും മത്സരം സമനിലയായി. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിന്റെ 110ാം മിനിറ്റിൽ മാർക്കോ മറ്റേസിയുടെ വിഷം ചീറ്റിയ വാക്കുകളിലും പ്രകോപനത്തിലും സിദാന്റെ ക്ഷമ നശിച്ചു. തൻ്റെ അമ്മയെയും പെങ്ങളെയും ആക്ഷേപിച്ച എതിരാളിയുടെ നെഞ്ചിലേക്ക് അയാൾ തൻ്റെ തല പായിച്ചു. ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയെങ്കിലും ആ വേൾഡ് കപ്പിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയാണ് സിദാൻ ബൂട്ടഴിച്ചു വെച്ചത്. കളിക്കളത്തിൽ നിന്ന് വിട പറഞ്ഞെങ്കിലും പിന്നീട് റയൽ മാഡ്രിഡിന്റെ പരിശീലകനായി തുടർച്ചയായി 3 തവണ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടി സിദാൻ വീണ്ടും ചരിത്രം കുറിച്ചു. തെരുവിൽ നിന്നും വംശീയ അധിക്ഷേപങ്ങളിൽ നിന്നും പോരാടി ഉയർന്നു വന്ന ആ അൾജീരിയക്കാരനെ ഫുട്ബോൾ ലോകത്തിന് ഒരിക്കലും മറക്കാനാവില്ല. മറക്കില്ല സീസു. ഫുട്ബോളിൽ ദി മജീഷ്യൻ എന്ന പേരിൽ നിങ്ങളെന്നും ഓർമ്മിക്കപ്പെടും. താരസമ്പന്നമായ ഫ്രാൻസിനെ നിങ്ങളുടെ തന്ത്ര കുതന്ത്രങ്ങൾ കൊണ്ട് വീണ്ടും ഒരുപാട് ഉന്നതികളിലേക്ക് എത്തിക്കുന്നതും കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം.